ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മാങ്ങത്തോട്ടവും അതുപോലെ ഈ കുളത്തിൻ്റെയും വീഡിയോ ആണ്. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പുറകിൽ കാണുന്നതാണ് മാങ്ങത്തോട്ടം. അപ്പോൾ അതിൻ്റെ മാങ്ങ എന്തൊക്കെ വെറൈറ്റി മാങ്ങകളുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യണേ. ഇതാണ് ആ മാങ്ങത്തോട്ടത്തിലേക്ക് പോകുന്ന വഴി. ഇതൊക്കെ ഞങ്ങൾ തെങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇപ്പോൾ പച്ചപ്പായിട്ട് കാണുന്നുണ്ടാവും, പുല്ല് വെട്ടാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളത് ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങുന്നവർ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഡ്രൈ ആയി കിടക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് പച്ചപ്പായി ഇരുന്നോട്ടെ വിചാരിച്ചിട്ടേ. ഇനി പെട്ടെന്ന് ഡ്രൈ ആവും നമ്മുടെ, അപ്പോൾ ചെടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. ആദ്യം നമ്മളെ ഈ തോട്ടത്തിലേക്ക് വെൽക്കം ചെയ്യുന്നത് മാങ്ങകളുണ്ട് കേട്ടോ. പിന്നെ അത്രയ്ക്ക് മാങ്ങകളുണ്ട്. വിഷു ആകുമ്പോൾ നമ്മൾ കുറേ പറിച്ചായിരുന്നു, അതുകൊണ്ട് അധികം കാണാൻ കഴിയില്ല. എന്നാലും അത്യാവശ്യം മാങ്ങകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു മാങ്ങ ഒളിച്ചിരിക്കുന്നു കണ്ടോ, പഴുത്ത മാങ്ങ. ഈ മാങ്ങകളുടെ പേരൊന്നും എനിക്കത്ര അറിയില്ല. ഒരു 5 വെറൈറ്റി ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ. അച്ഛനെ കറക്റ്റായിട്ടുള്ള പേരുകളും കാര്യങ്ങളൊക്കെ അച്ഛനെ അറിയുള്ളൂ. അച്ഛനാണ് ഇതിൻ്റെ എല്ലാം ഓൾ ഇൻ ഓൾ. കണ്ടോ, നല്ല ഭംഗിയില്ലേ. തേനീച്ച വന്നിട്ട് മാങ്ങയുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ടോ. എല്ലാത്തിലും പ്രാവശ്യം നന്നായി കാച്ചു കേട്ടോ. ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്, നോക്കിയാൽ മനസ്സിലാവും മാങ്ങ ഇരിപ്പുണ്ട്. വേണ്ട, പുളിയെറുമ്പിൻ്റെ ശല്യമാണ് ആകെ ഒരു പ്രശ്നം. ബാക്കി വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പുഴുക്കേടുകൾ ചില സമയത്ത് വരാറുണ്ട്, എന്നാലും വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഈ വീണ മാങ്ങ നമ്മൾ പഴുപ്പിക്കുന്നില്ലേ, അതിൽ പുഴുണ്ടാവാറുണ്ട്. ഉണ്ടല്ലേ, നല്ല രസമാണല്ലേ. എനിക്കിപ്പോൾ ഈ മാങ്ങയൊക്കെ കാണുമ്പോഴേ പണ്ടത്തെ നമ്മുടെ ഒരു സ്കൂൾ വിട്ട് വരുന്ന ആ സമയമാണ് ഓർക്കുക. അപ്പോൾ വരുന്ന വഴിക്ക്